നമസ്കാരം. ടെക്നോളജിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ പ്രിയൻ. എൻ്റെ സുഹൃത്ത് സീനിയർ ജേർണലിസ്റ്റ് ശ്രീ എൻ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണോ അതോ സിസ്റ്റമിക് പ്രശ്നമാണോ എന്ന് എനിക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതായത് ഒരു മുൻ BJP MLA റേപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു MLA ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ശിക്ഷ 7 വർഷം തടവെന്തോ അനുഭവിച്ച് അത് റദ്ദ് ചെയ്തിരിക്കുന്നു. അതായത് അതിന്റെ ഒരു കാരണം MLA എന്ന് പറയുന്ന ആൾ ഇതുപോലെ ഒരു പോസ്കോ കേസിൽ പബ്ലിക് സെർവന്റ് ആയിട്ട് കരുതാൻ പറ്റത്തില്ല എന്ന് 2 ജഡ്ജിമാർ സൂക്ഷിക്കണം, വളരെ 2 ജഡ്ജിമാരെ ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അത് ഈ ഒബ്സർവേഷനെ CBI പോലും സുപ്രീം കോടതിയിൽ മൺഡേ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. മൺഡേ അത് ഹിയറിങ്ങിന് വരികയാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി. മാത്രമല്ല, റേപ്പ് വിക്ടിം ആയ യുവതി ഇന്ത്യ ഗേറ്റിൽ സമരം ധർണ നടത്തി. അവർ പ്രൈം മിനിസ്റ്ററെയും BJP ഹോം മിനിസ്റ്ററെയും കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ അവരാരും കണ്ടില്ല. അവർ പോയി നേരെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കണ്ടു. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് തങ്ങളെ മാറ്റണം, അതായത് തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ എത്തി. ഇത് ഒന്ന് കാണിക്കുന്നത് ഇന്നത്തെ, അതായത് റൂളിംഗ് പാർട്ടിയിലെ, നേരത്തെ ഇതുപോലൊരു സംഭവം റെസ്ലിംഗ് ഫെഡറേഷന്റെ ചീഫ് ഒരു BJP MPയുടെ കാര്യത്തിലുണ്ടായി. റെസ്ലേഴ്സ് സമരത്തിലിരുന്നു. അതിനുശേഷമാണ് എന്തെങ്കിലും കോടതി പറഞ്ഞിട്ടാണ് ഇതുപോലെ ഒരു ആക്ഷൻ ഉണ്ടായത്. അതായത് എടുക്കുകയാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്താലും, അത് റേപ്പ് ആണെങ്കിലും കുട്ടികളെ റേപ്പ് ചെയ്താലും അത് രക്ഷിക്കാൻ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വിക്ടിം, അത് റേപ്പ് ചെയ്യപ്പെട്ട കുട്ടി CBI എൻക്വയറി ചെയ്ത CBI ഓഫീസറുടെ പേരിൽ കേസെടുക്കണം എന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അതായത് CBI ഓഫീസർ, എൻക്വയറി ഓഫീസറിന്റെ കണ്ടുപിടുത്തങ്ങൾ MLA സഹായിക്കുന്ന രീതിയിലുള്ളതാണ്. അതായത് കേസ് ഈസ് ഫിക്സ് എന്നാണ് ശ്രീ മാധവൻകുട്ടി ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ ഇതിന് നിന്നു കൊടുക്കുന്നത് എന്താണ് കാണിക്കുന്നത്? അതായത് നമ്മളുടെ RSSന്റെ അല്ലെങ്കിൽ മോഡി സർക്കാരിന്റെ അധാർമികതയുടെ നെല്ലിപ്പലക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു 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 ഉദാഹരണമായി ഉന്നാവോ കേസിലെ ഈ അതിജീവിതക്കെതിരായിട്ടുള്ള പീഡനം തുടരുകയാണ്. ഇത് ഒരു നിയമപ്രശ്നം മാത്രമല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്, ഒരു നൈതിക പ്രശ്നമാണ്, അതുവഴി ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇത്ര കുപ്രസിദ്ധമായ ഉന്നാവോ കേസ്, ആ ഉന്നാവോ കേസിനെ തുടർന്ന് ഇന്ത്യയിലെങ്ങും 2017 നടന്ന ദലിത് പ്രതിഷേധങ്ങളും അത് ഉണ്ടാക്കിയ മാറ്റങ്ങളും അത് രൂപം കൊടുത്ത ദലിത് പ്രസ്ഥാനവും നമുക്ക് മറക്കാറായിട്ടില്ല. 7 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഞാനത് ഇപ്പോഴും വളരെ സജീവമായിട്ട് അതിൽ പങ്കെടുത്ത ആളുകൾ പിന്നീട് ഒരു സമിതി ഉണ്ടാക്കുകയും അതിന് കേരളത്തിലടക്കം അതിനുള്ള ഐക്യദാർഢ്യ പ്രകടനങ്ങളിലും മറ്റും പങ്കെടുത്ത കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇവിടെ നടക്കുന്നത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ, അതായത് ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്ന ഈ ആശ്ചര്യജനകമായ, ആരെയും ഞെട്ടിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന വിധി പ്രസ്താവം, അതായത് ഇപ്പോഴും സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്ന ഒരു മുൻ MLA പൊതുപ്രവർത്തകനല്ലെന്ന് അവകാശപ്പെടുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴിൽ നിങ്ങൾ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് നീതി പ്രതീക്ഷിക്കാനാവുക? ചെറിയാൻ ആർക്കും അറിയുന്നതാണ് ഇയാൾ ഒരു മുൻ MLA ആയിരുന്നു എന്നുള്ളത്. ഈ സെനഗർ, അയാൾ സ്വാധീനമുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള BJP ഇപ്പോഴും ഭരിക്കുന്ന ഇന്ത്യയിൽ അയാൾ ഒരു പൊതു സേവകനല്ല എന്ന് പറയണമെങ്കിൽ
അതിന് എന്ത് നീതിന്യായ അടിത്തറയാണ് ഉള്ളത്, എന്ത് ധാർമ്മിക അടിത്തറയാണ് ഉള്ളത്? അതാണ് സംഭവിച്ചിരിക്കുന്നത്. മദൻകുട്ടി, അവിടെയാണ് ഈ പ്രശ്നം ഉദിക്കുന്നത്. CBIക്ക് പോലും ഇന്ന് ഒരു സിറ്റുവേഷൻ ആയിരിക്കുകയാണ്. പോസ്കോ കേസ് വരുമ്പോൾ അതിന്റെ ഡെഫിനിഷനകത്ത് MLA ഒരു പൊതുപ്രവർത്തകനല്ല എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അത് CBI പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. CBI അന്വേഷിച്ച് CBI പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ആ CBI സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഇത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇത് CBI സിസ്റ്റം മാത്രമല്ല, ജുഡീഷ്യറി ചെയ്തിരിക്കുന്ന ഒരു വലിയ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നീതിന്യായ വ്യവസ്ഥയെ പറ്റി തന്നെയുള്ള ഇപ്പൊ പോസ്കോ കേസിന്റെ വകുപ്പുകൾക്കകത്ത് ഒരു മുൻ MLA, ഒരു ഭരണകക്ഷ പാർട്ടിയുടെ മുൻ MLA ഇപ്പോഴും അതിന്റെ സൗജന്യങ്ങൾ സർക്കാരിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുൻ BJP MLA ഒരു ശിശുപീഡനത്തിലോ അല്ലെങ്കിൽ ഒരു ഏത് പീഡന കേസിലും പോസ്കോയുടെ കീഴിൽ വരുന്ന ഏത് പ്രായപൂർത്തിയല്ലാത്ത വ്യക്തിയെയും പീഡിപ്പിച്ചതിന്റെ പേരിൽ പോസ്കോ വകുപ്പിൽ ഇദ്ദേഹം ഒരു പൊതുസേവകനല്ല എന്ന് പറയുന്നുവെങ്കിൽ ആ നിയമം തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. ഇവിടെ പ്രശ്നം BJPയുടെ മുൻ MLA മാത്രമല്ല, അത്തരത്തിലൊരു നിയമം തന്നെ നമ്മുടെ നാടിന്റെ നാണക്കേടാണ്. അതിരിക്കട്ടെ, എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു? ട്രയൽ കോർട്ടിൽ ആ അതിജീവിതയ്ക്ക് ഈ മുൻ MLAക്ക് ജീവപര്യന്തം തടവ് മേടിച്ചു കൊടുക്കാനായി. തുടർന്ന് വീണ്ടും കഴിഞ്ഞില്ല. ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യം. അവരുൾപ്പെട്ട ഒരു കാർ അപകടത്തിൽ അവരുടെ ബന്ധുക്കൾ മരിക്കുന്നു, അല്ലെ കൊറിയൻ ചെറിയാൻ? ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ലോ. ഇതിന്റെ ചരിത്രം തെക്കു വടക്ക് കാണുന്ന എന്റെ മലയാളി സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കണം. ഈ 2017 നടന്ന സംഭവത്തിന് എന്റെ വിധി പ്രസ്താവം വന്നതിന് ശേഷം, 2019 ട്രയൽ കോർട്ട് വിധി വന്നതിന് ശേഷം ഈ പെൺകുട്ടി, ഈ അതിജീവിത ഉൾപ്പെട്ട ഒരു കാർ അപകടം ഉണ്ടാവുന്നു. വളരെ വളരെ എന്താ പറയുക, വളരെ ആശ്ചര്യജനകമായ ഒരു സാഹചര്യത്തിൽ. അതിൽ അവരുടെ ഒരു അമ്മാവൻ മരിക്കുന്നു, ഒരു ഡ്രൈവർ മരിക്കുന്നു. അങ്ങനെ എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. അത്തരത്തിലുള്ള വളരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അവരുടെ കുടുംബം വീണ്ടും പീഡിപ്പിക്കപ്പെടുന്നു ഉത്തർപ്രദേശിൽ. കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ BJP മുൻ MLAക്കെതിരെ വേറൊരു കേസ് ഉണ്ടാവുന്നു. അത് ഒരു കസ്റ്റഡി മരണം. ഇദ്ദേഹത്തിന്റെ സഹോദരൻ മുഖ്യപ്രതിയായ കസ്റ്റഡി മരണത്തിന്റെ പേരിൽ ആരെയാണ് ആക്രമിക്കപ്പെട്ടത്? കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ. ഇത്ര പരസ്യമായി ഒരു പീഡനത്തിന് ശേഷം വേട്ടയാടപ്പെടുന്ന ഒരു ദളിത് കുടുംബത്തിന് ഈ പോസ്കോ കേസിന്റെ നിയമവശം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം 7 വർഷം ജയിൽ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ള പേരിൽ ദയാപൂർവം ഡൽഹിയിലെ ഹൈക്കോടതിയുടെ ഒരു 2-അംഗ ബെഞ്ച് അയാൾക്ക് ഇളവ് കൊടുക്കുമ്പോൾ, ഇദ്ദേഹം പൊതുസേവകന്റെ ഗണത്തിൽ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരിക്കലും ജാമ്യം ലഭിക്കയില്ല. ചെറിയാൻ താങ്കൾ എനിക്ക് അത്ര നിയമവശങ്ങൾ അറിയില്ല. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തപ്പോൾ എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ നിർണായക കാര്യം ഇതാണ്. ഇയാളെ പൊതുസേവകരുടെ പട്ടികയിൽ പെടുത്തുന്ന നിമിഷം ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയില്ല. ഇയാൾക്ക് ജീവപര്യന്തം മുഴുവൻ അവിടെ തടവറയിൽ അനുഭവിച്ചു മാത്രമേ കഴിയൂ. ഇത് ജനങ്ങൾക്ക് അറിഞ്ഞാൽ, ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ സാധാരണ ദലിതരും അല്ലാത്തവരുമായ ഇത്ര ശക്തനും സവർണനുമായ ഒരു പീഡകന് ഒരു പോസ്കോ വകുപ്പിന്റെ ഒരു സാങ്കേതികത്വത്തിന്റെ പേരിൽ അയാളുടെ ജീവപര്യന്തം 7 വർഷമാക്കി കുറയ്ക്കുകയും അതിനുള്ള ജാമ്യത്തിനുള്ള സാധ്യതകളും തുറക്കുന്ന ഒരു ഹൈക്കോടതി വിധി ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഈ RSS നിയന്ത്രിത സർക്കാരിന് കീഴിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓരോ വ്യക്തിയെയും ഓർമ്മിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, CBIക്ക് പോലും ഈ ഒരു വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുകയാണ്. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ വിധി പ്രഖ്യാപിച്ച 2 ഹൈക്കോടതി ജഡ്ജിമാരുടെ ഫോട്ടോ, നമ്മളിവരെ ജഡ്ജിമാരുടെ ഫോട്ടോ ഇതിന് ശേഷം അങ്ങനെ ഉടനെ കാണാറില്ല. അവരുടെ ഫോട്ടോ, അവരെ പറ്റിയുള്ള മറ്റു വിവരങ്ങൾ, അവരുടെ രാഷ്ട്രീയ
ആറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ഇതെന്താണ് കാണിക്കുന്നത്? എനിക്ക് ഒരു പറഞ്ഞാൽ ഒരു ഞെട്ടലോടുകൂടി മാത്രമേ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യം എന്ന് ഇത്രയും നാൾ താങ്കളുടെ 75 വയസ്സിൽ ജീവിച്ചത് ഒരു ഇന്ത്യയിൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നതോടെ അതാണ്. ഇത് മാത്രമല്ല, ഇത് ദലിത് അപ്പർ കാസ്റ്റ് മാത്രമല്ല, ഇത് സിസ്റ്റം എങ്ങനെ ഒരു സർക്കാർ അല്ലെങ്കിൽ ജുഡീഷ്യറി വിചാരിച്ചാൽ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ നടക്കുന്ന ഒരു ഉദാഹരണമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അല്ല, ഒരു കാര്യം കൂടി ചെറിയാൻ, ഈ CBI എന്നുള്ളതിന്റെ വിശ്വാസ്യത ഇന്ന് മോഡി സർക്കാരിന് കീഴിൽ വട്ടപൂജ്യമാണ്. അപ്പോൾ ഈ കേസ് എങ്ങനെ CBI വിജയിപ്പിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? CBI നേരിട്ട് മോഡി സർക്കാരിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിക്കുന്ന ഒരു അന്വേഷണ സംഘമായി മാറിയിട്ട് കാലം എത്രയായി? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിധിയെ സഹായിക്കുന്ന വിധമായിരുന്നു CBIയുടെ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ എന്ന് പോലും നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം CBI സുപ്രീം കോടതിയിൽ പോകുന്നത്, ആ സ്ത്രീയും പോയിട്ടുണ്ട്, അതിജീവിതയും പോയിട്ടുണ്ട് സുപ്രീം കോടതിയിലേക്ക്. വളരെ നീണ്ട അവരുടെ അപേക്ഷ സുപ്രീം കോടതി ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ സംഭാഷണം കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ സുപ്രീം കോടതി അത് പരിഗണിക്കുന്നുണ്ടാവും. ആ സ്ത്രീ എണ്ണി പറയുന്നുണ്ട് സംഭവങ്ങളുടെ ഈ ക്രോണോളജി എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നിട്ട് അവരെ കാണാൻ വിസമ്മതിക്കുന്നു ഭരണാധികാരത്തിലുള്ളവർ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാണുന്നു. രാഹുൽ ഗാന്ധിയോട് അവർ പറയുന്നു കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് മാറ്റൂ എന്ന്. അതിന്റെ ഒരു ചരിത്രം കൂടി തെക്ക് വടക്കിന്റെ ശ്രോതാക്കൾ അറിയണം. അതായത് ഇത് ഉണ്ണാവിലെയോ ഉത്തർപ്രദേശിലെയോ കോടതിയിൽ ഈ കേസ് നടക്കരുതെന്ന് അതിജീവിത ആവശ്യപ്പെട്ട പ്രകാരമാണ് ഡൽഹിയിലേക്ക് മാറിയത്, അല്ലേ ചെറിയാൻ? അപ്പൊ ഇത്രത്തോളം ഇതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വത്തെ നിങ്ങൾക്ക് അതിന്റെ വിശ്വസനീയതയില്ല. അത് പ്രതികാരപരമായും അതിന്റെ ആളുകളുടെ സംരക്ഷണത്തിനും വേണ്ടി നിലനിൽക്കുന്നു. ഹൈക്കോടതി ബെഞ്ചിനെ കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. നമുക്കറിയാമല്ലോ, ചെറിയാൻ ഡൽഹിയിൽ നല്ലോണം അറിയുന്നതാണ്. CIA കേസുകളിൽ അതിൽ ജയിലിലടയ്ക്കപ്പെട്ട നിരവധി വളരെ യുവാക്കളായ മുസ്ലിം യുവാക്കൾ ഇപ്പോഴും ജാമ്യം കിട്ടാതെ CIA പൗരത്വ നിയമത്തിനെതിരായി നടന്ന കലാപങ്ങൾ എന്ന് ഇവർ പറയുന്ന ആ പ്രക്ഷോഭങ്ങളിൽപ്പെട്ടവർ ഇന്നും ജാമ്യം കിട്ടാതെ നിൽക്കുമ്പോഴാണ് ഈ ഒരു പീഡന കേസിൽ പ്രതിയായ BJP നേതാവിന് ജാമ്യവും ശിക്ഷ ഇളവും ലഭിക്കാനുള്ള സൗകര്യം ഇന്ത്യയിലെ ഡൽഹി ഹൈക്കോടതിയിലെ അതേ രണ്ട് കൂട്ടർ ഡൽഹി ഹൈക്കോടതിയുടെ വിശ്വസനീയത അടിത്തട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, മുരളീധരനെ പോലെ അസാമാന്യ നിയമപ്രതിഭയും ഉള്ള ആളുകൾ ഉണ്ടായിരുന്ന ഒരു ഹൈക്കോടതി. ആ ഹൈക്കോടതി ഒരു BJP നേതാവിന് വേണ്ടി ഇത്തരത്തിലേക്കുള്ള ഒരു വിധിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് കണ്ടംപ്റ്റ് വരുന്നെങ്കിൽ കണ്ടംപ്റ്റ് വരട്ടെ, കോടതി അലക്ഷ്യമാവട്ടെ. പക്ഷെ ഈ സത്യം തുറന്നു പറയാതെ നമുക്കിത് എങ്ങനെയാണ് തിരുത്താൻ കഴിയുക ചെറിയാൻ? അല്ല, അവിടെയാണ് വേറൊരു സംഗതി. ഞാൻ എൻ്റെ ഒരു ഡൽഹി സുപ്രീം കോടതി വക്കീലിൽ നിന്ന് കേട്ട ഒരു സംഗതി ഇവിടെ പറയുന്നു. അതും താങ്കൾ പറയുന്ന പോലെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് നമ്മളെ നോക്കും. കാരണം അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഉൾപ്പെട്ട എല്ലാ കേസുകളും മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഹോം മിനിസ്ട്രിയിൽ ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. അവർ ഓരോ കേസിലും പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള കേസുകളൊക്കെ എങ്ങനെ സർക്കാർ വക്കീൽ എന്താണ് പറയുന്നുള്ള ബ്രീഫ് വക്കീലന്മാർക്കല്ല അയച്ചു കൊടുക്കുന്നത്. ഇപ്പൊ CBI ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, CBI ചീഫിന് അയച്ചു കൊടുക്കും. CBI ചീഫ് ആണല്ലോ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ആ വക്കീലിന് പൈസ കൊടുക്കുന്നതും പാസ്സാക്കുന്നതും. അവർ ഇത് അങ്ങോട്ട് പാസ് ചെയ്തു. ഇതാണ് സർക്കാരിന്റെ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കോടതിയിൽ ചെയ്തോളൂ എന്ന് പറയുന്നു. ഇത് ഞാൻ പറഞ്ഞതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ കേസുകളെയും ഫിക്സ് ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചില കേസുകൾ ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായി ഇത് പുറത്തു വരും. CBIക്ക് പോലും അവരുടെ സ്റ്റാൻഡിനെ പോലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വെർഡിക്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും. വെച്ചാൽ MLA പബ്ലിക് സെർവന്റ് അല്ല എന്നുള്ളത് പറയുവാണെങ്കിൽ
അതായത് എം പിയും ആ ഡെഫിനിഷൻ വഴി നാളെ എം പിയും പബ്ലിക് സർവന്റ് അല്ലല്ലോ. അപ്പൊ പിന്നെ മന്ത്രിമാരെയും ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന ആൾക്കാർ മൊത്തം പബ്ലിക് സർവന്റ് എല്ലാം ആവുമ്പോൾ അതിന്റെ ലീഗൽ ആൻഡ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് വളരെ 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 ദൂരവ്യാപകമാണ്. അതുകൊണ്ട് അവർക്ക് കോടതിയിൽ പോകേണ്ടി വരുന്നു എന്നുള്ള ഒരു ഗതികേട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതായത് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയെ ഒരുതരം പറഞ്ഞാൽ ഫിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു വിജയമായിട്ട് ഞാനിതിനെ കാണുന്നത്. അത് എത്ര കണ്ട് പരാജയപ്പെടുത്താൻ അതിനുള്ള കോൺട്രാഡിക്ഷൻ സഹായകരമായിരിക്കും എന്നത് എനിക്ക് തോന്നുന്നത് അവിടെ ഇരിക്കുന്ന ചില വക്കീലന്മാരുടെയും ജഡ്ജിമാരുടെയും കയ്യിൽ മാത്രമാണ്. അതായത് ഒരു പറഞ്ഞ റാം ഭരോസെ എന്ന് ഹിന്ദിയിൽ പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതൊരു ജഡ്ജി ഭരോസ അല്ലെങ്കിൽ വക്കീൽ ഭരോസ ആയിട്ട് നമ്മുടെ വളരെ 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 സീരിയസ് ആയിട്ടുള്ള ഒരു ദളിത് പെൺകുട്ടിയുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ അവരുടെ ജീവൽപ്രദമായ ഒരു കേസ് ഇങ്ങനെ കൊണ്ടെത്തിക്കാൻ ഇവർക്ക് കൂടി കഴിഞ്ഞിരിക്കുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഭരണത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയവും മൈനോറിറ്റിയോ ഒന്നുമല്ല, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ സിസ്റ്റത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഭരണത്തിന്റെ ഏറ്റവും വലിയ ജനദ്രോഹപരമായ പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ പറഞ്ഞ് ഉപസംഹരിക്കാം നമുക്ക്. അതെ, ഞാൻ അംബേദ്കർ ബാബാ സാഹിബ് പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങളുടെ സിസ്റ്റം എത്ര നന്നായാലും അത് നടത്തുന്നവരാണ് അതിന്റെ ഗുണമേന്മ നിർണയിക്കുന്നത് എന്ന് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ യോഗത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതാണ് ഈ സംവിധാനം, CBI, കോടതികൾ, പോസ്കോ നിയമം എല്ലാം ഈ വ്യവസ്ഥയെ എങ്ങനെ ആ സംഘപരിവാറിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ തെളിവായിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുകയുള്ളൂ. എന്റെ പ്രാർത്ഥന ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് കേൾക്കുന്ന സുപ്രീം കോടതിയിൽ അവശേഷിക്കുന്ന നിഷ്പക്ഷരായ ജഡ്ജിമാരുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ തടവ് ശിക്ഷ കുറയ്ക്കരുത്, അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഐ ക്യാൻ ഓൺലി പ്രേ. ആവശ്യപ്പെടാനുള്ള ധൈര്യം എനിക്കില്ല ഇന്നത്തെ അവസ്ഥയിൽ. പിന്നെ വേറൊന്ന് ചെയ്യാവുന്നത്, കേരളത്തിലെ ജനങ്ങൾ, അത് പിണറായി സർക്കാർ ഒരു പക്ഷേ അവർ സ്വമേധയാ ഈ സ്ത്രീയോടും കുടുംബത്തോടും പറയണം, കോൺഗ്രസിന്റെ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലേക്കും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും സമാധാനപരമായി സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു സംസ്ഥാനമുണ്ട്, അതിന്റെ പേര് കേരളമാണെന്ന് പറയാനുള്ള ആ ധൈര്യവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ, സതീശനും പിണറായിക്കും കൂടി ഒരുമിച്ച് പറയാവുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് സംസ്ഥാനം എന്ന് വേണ്ട, വരൂ നിങ്ങളുടെ കേരളത്തിൽ വരൂ. സ്റ്റാലിനും അവരുടെ പ്രതിപക്ഷത്തിനും കൂടി പറയാവുന്നതാണ്. ഇനിയും ജീവിക്കാൻ കഴിയുന്ന, സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന അധികാരവർഗത്തിന്റെ പീഡനങ്ങളിൽ നിന്ന് സുരക്ഷതയുള്ള സ്ഥലങ്ങൾ ഞങ്ങളും ഉണ്ട് എന്ന് പറയാനുള്ള ഒരു അവസരം കൂടി മാത്രമേ എനിക്കിതിനെ കാണാൻ കഴിയുള്ളൂ. എന്തായാലും ഞാൻ ചെവി കവർത്തിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഈ പരാതി, ഈ അതിജീവിതയുടെ പരാതിക്ക് അവർ എന്ത് കൽപ്പിക്കുന്നു എന്നറിയാൻ. അല്ല, മാത്രവുമല്ല ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നത് MLAയും MP മാരും പബ്ലിക് സർവന്റ് മൊത്തമായും പൂർണ്ണമായും പബ്ലിക് സർവന്റ് ആണോ അല്ലയോ എന്നുള്ള ഒരു വെർഡിക്റ്റും കൂടെയാണ് സുപ്രീം കോടതി നടത്താൻ പോകുന്നത്. നാളത്തെ ആയിരിക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി ആകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.